അങ്ങനെ ലയണൽ മെസ്സി എന്തുട്ട ചക്കെന്ന് കാണിച്ചേ. ഒളിച്ചടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിയുടെ ആട്ടം, മെസ്സിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു ഒന്ന്. ഇനി വിമർശകർക്ക് എന്തൊക്കെ പറയാനുള്ളതെന്നാണ്. കാരണം മെസ്സിക്ക് കപ്പില്ല, അതെടുത്ത് കൊടുത്ത് മെസ്സി ദേശീയ ടീമിന് വേണ്ടി ഗോളടിക്കുന്നില്ല. ആ കപ്പ് എടുക്കുമ്പോൾ, അതും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പ് എടുക്കുമ്പോൾ, അതിൻ്റെ ഒപ്പം ഏറ്റവും നല്ല പ്ലെയറുമായിട്ടാണ് ആൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ എന്തൊക്കെയാണ് മെസ്സിക്ക് ഇല്ലാത്തതെന്ന് പറയുന്നത്. ഇത് വിമർശകർ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് മച്ചാൻ അതൊക്കെ ഇങ്ങനെ പൊളിച്ച് എഴുതി കൂട്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ വരുമ്പോൾ അവരുടെ മെയിൻ പ്രശ്നം എന്തായിരുന്നെങ്കിൽ മെസ്സിക്ക് വേൾഡ് കപ്പിലൊരു ഹാട്രിക് ഇല്ല എന്നുള്ളതാണ്. അത് ചക്കൻ അത് ഗംഭീരമായിട്ട് അങ്ങോട്ട് തൂക്കി. എന്താ പറയുക, അത് അത്യാവശ്യം ഇപ്പോൾ ഉള്ള ഗോൾ കീപ്പർമാരിൽ നല്ലൊരു ഗോൾ കീപ്പർ. കാരണം കഴിഞ്ഞ നെതർലാൻഡ് മത്സരത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഗോൾ കീപ്പർ. അൾജീരിയ ടീം അടുത്ത് ഏകദേശം നമുക്കറിയാം, അവസാനത്തെ 2-4 മാച്ച് എടുത്തു കഴിഞ്ഞാൽ 10 മീതെ ഗോളടിച്ച് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ടീം. ഈ വേൾഡ് കപ്പിൽ പല അത്ഭുതങ്ങളും കാണിക്കപ്പെടും എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ടീം. അവർക്കെതിരെയാണ് ചക്കൻ 3 എണ്ണം. അതും പല രീതിയിൽ. ഒരെണ്ണം ലോങ് റേഞ്ച് ബോക്സിന് പുറത്തുനിന്ന്, അടുത്തത് ക്ലാസ്, പ്യുവർ ക്ലാസ്, അത് കഴിഞ്ഞ് വീണ്ടും ഒരെണ്ണം കൂടി, അങ്ങനെ 3 എണ്ണം ചക്കൻ കിട്ട് നിരത്തി. പിന്നെ അതുകൊണ്ട് തന്നെയാണ്, വെറുതെ അല്ല, നിങ്ങൾക്ക് ഈ വിമർശകർക്ക് മാത്രമാണ് ആളെന്നെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ മെസ്സി ദി ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, മെസ്സി ദി ലിവിങ് ലെജൻഡ്, മെസ്സി ദി കിങ്, അതുപോലെ മെസ്സി ദി മജീഷ്യൻ, അങ്ങനെ ഒരുപാട് ഈ പേരുകളൊക്കെ പറയുമ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇനി എന്തൊക്കെയാണ് ആൾ ഈ മനുഷ്യൻ ഈ ഇടങ്കാല് കൊണ്ട് ഇനി എന്ത് മാന്ത്രിക കാണിക്കാൻ ബാക്കിയുള്ളത്? എന്തൊക്കെ പറയുന്നു അതൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ ആൾ അതിൻ്റെ അപ്പുറമായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദി പ്യുവർ ക്ലാസ്സാണ്. മെസ്സിയുടെ കളി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. മെസ്സിയുടെ അർജൻറ്റീനയുടെ കളിച്ചന്തം കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് വെറുതെ പറഞ്ഞായിരുന്നല്ല, ഞങ്ങൾക്ക് ഒരു കപ്പല്ലായിരുന്നു. ഞങ്ങളങ്ങനെ കപ്പ് കിട്ടണം, കപ്പ് കൊണ്ട് ഇവരേനെ മൂല്യമിട്ടവരല്ല. പക്ഷേ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചക്കൻ അതങ്ങോട്ട് തൂക്കി. ഇനിയിപ്പോൾ ഹാട്രിക്കിൻ്റെ കാര്യം പറഞ്ഞു, അതും അങ്ങോട്ട് തൂക്കി. വെറുതെ അല്ല, മറ്റേ മെസ്സീനുണ്ടല്ലോ, മറ്റേ ഈ റൊസാരിയോ തെരുവുകളിൽ, അതായത് ആൾ ജനിച്ച് പഠിച്ച് ആൾ കളിച്ച് വളർന്ന അവിടെയൊക്കെ ആളെന്നെ, അല്ലെങ്കിൽ അവിടെയൊക്കെ വീടുകളുടെ പുറത്തും അല്ലെങ്കിൽ എല്ലായിടത്തും എഴുതി വെച്ചേക്കണത് മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനല്ല എന്നുള്ളതാണ്. മെസ്സി ഈസ് ഫ്രം പ്ലാനറ്റ്, അതാണ് ഒരു ഏലിയനാന്നുള്ളത്. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചാൻ. അതിൻ്റെ സൈഡിലാണ് ഇവർ വന്നിട്ട് ഈ ചെറിയ കാര്യങ്ങൾ, അതില്ല മെസ്സിക്ക് ഇതില്ല എന്നൊക്കെ പറയണത്. അത് ആൾക്ക് കിട്ടണ എന്താണെന്നറിയോ, അതൊന്നും കൂടി ബൂസ്റ്റാണ്. അത് കിട്ടുമ്പോൾ ആളത് ആ റെക്കോർഡും കൂടി അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. ഇന്നിപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ കളി ഏകദേശം ഒരു 75ഓളം മിനിറ്റ് ആൾ ഗ്രൗണ്ടിൽ നിന്നിട്ട് ആൾ കളം വിടുമ്പോൾ ഒന്നൊന്നല്ല, റെക്കോർഡ് വേറെ തൂക്കിയിട്ടാണ് മൂപ്പരാൾ പോയത്. അതായത് അർജൻറ്റീന ടീമിന് വേണ്ടിയിട്ട് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, ഇന്ന് ഗോളടിച്ചപ്പോൾ അർജൻറ്റീന ടീമിന് വേണ്ടിയിട്ട് ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ. അങ്ങനെ എന്തൊക്കെയാണ് ആ മനുഷ്യൻ ഈ പ്രായത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മെസ്സി ഇതൊന്നുമല്ല, മെസ്സി ഇതിനേക്കാളൊക്കെ അപ്പുറമായിരുന്നു. അതായത് ഇതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടിയൊക്കെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ നമ്മളതിനെ രസിപ്പിച്ചിട്ടുണ്ട്, ആനന്ദിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അന്ന് ചിലർക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. അവരൊന്നും പറഞ്ഞിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മെസ്സിക്ക് ഒരു ദേശീയ ടീമിന് വേണ്ടിയിട്ടൊരു കപ്പ് എടുക്കാൻ പറ്റിയില്ല. കോപ്പ അമേരിക്ക എടുത്ത് പറഞ്ഞു, കോപ്പ അമേരിക്ക ആർക്ക് കൊടുക്കാം, വേൾഡ് കപ്പില്ല, ആ വേൾഡ് കപ്പ് നോക്കി. ഇനിയൊന്നും പറയാനില്ല. അപ്പോഴാണ് ഈ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കണം. മെസ്സി ഇവിടെ ഒരു സൈഡിൽ അതിങ്ങനെ ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. അവരൊക്കെ വെറുതെ എന്താ പറയുക, അവരൊന്നും നമ്മൾ കാണുന്ന പോലെ സാധാരണ കളിക്കാരല്ല. അവർക്കൊക്കെ ചില പ്രത്യേകതകൾ ഉള്ളവർ തന്നെയാണ്. നമുക്ക് ക്രിക്കറ്റിൽ സച്ചിനെ കാണുന്ന പോലെ
അല്ലെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് സച്ചിൻ അല്ലെങ്കിൽ ബ്രയാൻ ലാറ, ഇപ്പോൾ ഫുട്ബോളിലും നമുക്കറിയാം പെലെ, മറഡോണ, സിനദിൻ സിദ്ധാൻ, ഇമാതിരി ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വെറുതെ അല്ല നമ്മൾ ലെജൻസ് എന്ന് പറയണത്. അവർക്കൊക്കെ എക്സ്ട്രാ കുറച്ചും കൂടി കഴിവ് കൂടുതലുണ്ട്. മെസ്സിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ അറിയാലോ, സ്വന്തം ടീമിൻ്റെ കളിയുണ്ടായിട്ട്, ദേശീയ ടീമിൻ്റെ കളിയുണ്ടായിട്ട് സിനദിൻ സിദ്ധാന് മകനിലുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ നിലനിർത്തും എന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ന് മെസ്സിയുടെ ഷോട്ടുകൾ വരും, അത് മകൻ സേവ് ചെയ്യണത് കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഗ്രൗണ്ടിൽ വന്ന ആളാണ്. അപ്പോൾ അവിടെയാണ് മെസ്സി അത്രയും, സിദാനിൽ വരെ അത്രയധികം പ്രതീക്ഷ കൊടുത്തിട്ടുള്ള ഒരാളെ നിർത്തിയിട്ടാണ് 3 ഗോളുകൾ മൂപ്പരാൾ തകർത്തടിച്ചത്. അപ്പോൾ മെസ്സി ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആളേനെ അംഗീകരിക്കാൻ പറ്റാത്ത ചില വിമർശകർ അവർ വിമർശിച്ചുകൊണ്ടേയിരിക്കുക. മൂപ്പരാളിങ്ങനെ റെക്കോർഡുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിങ്ങനെ തകർത്ത് പോകട്ടെ. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അർജൻറ്റീനിയൻ ആരാധകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പല്ല, കപ്പിനേക്കാളും അപ്പുറം ഞങ്ങൾക്ക് കളി കാണാനുള്ള ചന്ത ഉണ്ടാവുക, മെസ്സിനെ കാണാൻ പറ്റുക. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഉണ്ടായത് മെസ്സിയുടെയൊക്കെ കളി കാണാൻ പറ്റുക, അതൊക്കെ തന്നെയല്ലേ വലിയ കാര്യം. നിങ്ങൾ ഈ ചില വിമർശകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വിമർശനത്തിന് മാത്രമായിട്ടിരിക്കുമ്പോഴേ ആ നല്ല മുഹൂർത്തങ്ങളാണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്യണത്. ആളുടെ നല്ല ആൾ നമ്മളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആൾ നമുക്ക് വേണ്ടിയിട്ട് നല്ല പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിൽ നിങ്ങൾ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുമ്പോഴേ ആ നല്ല പ്രകടനങ്ങളാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാതെയായിട്ട് കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ വിമർശിച്ചു കൊണ്ടേയിരിക്കും, ഞങ്ങൾ ഇവിടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കാം. അപ്പോൾ മെസ്സി വാമോസ് അർജൻറ്റീന. അപ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പും അതിഗംഭീരമായിട്ട് വരവറിയിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് അർജൻറ്റീന.